അതായത് മെസ്സി കേരളത്തിലേക്ക് വരും, അർജന്റീന വരും എന്ന് പറഞ്ഞ നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ പല വേദികളിലും പല രീതിയിലുള്ള തള്ളു നടത്തിയപ്പോൾ കൃത്യമായിട്ട് ഞാൻ എന്റെ അഭിപ്രായം അതിലൊക്കെ പറഞ്ഞിട്ട സമയത്ത് എന്റെ നന്നാക്കി നളക്കി വിളിക്കാനായിരുന്നു ആൾക്കാരുണ്ട്. കാരണം ഇതൊന്നും നടക്കുന്ന പരിപാടിയല്ല പെട്ടെന്ന്, നമ്മുടെ സർക്കാരിനെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന പണിയല്ല. അപ്പൊ അങ്ങനെ 2025 മെസ്സിനെ ഇപ്പൊ കൊണ്ടുവരും, ഇപ്പൊ കളിപ്പിക്കും. ഒരു മാച്ചല്ല 2 മാച്ച് കളിപ്പിക്കും. അതിനുശേഷം മെസ്സിനെ കൊണ്ട് 20 മിനിറ്റ് ഒരു പൊതുവേദിയിൽ ഒരു ചടങ്ങിൽ പങ്കെടുപ്പിക്കുന്നൊക്കെ ആയിരുന്നു നമ്മുടെ സ്പോർട്സ് മിനിസ്റ്ററുടെ വാഗ്ദാനം. മെസ്സിയെയും അർജന്റീന ടീമിനെയും വരവേൽക്കാൻ ഒരുങ്ങുകയാണ് കേരളം. കൊച്ചിയിലെ ഒരുക്കങ്ങൾ തൃപ്തികരമെന്ന് അർജന്റീന ടീം മാനേജർ ഹെക്ടർ ഡാനിയൽ കബ്രേര. 50 ദിവസങ്ങൾക്കപ്പുറം ലയണൽ മെസ്സിയും സംഘവും കേരളത്തിലെത്തും. ലോക ചാമ്പ്യന്മാർ വന്നിറങ്ങാൻ പോകുന്ന നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് അർജന്റീന ടീം മാനേജർ ഹെക്ടർ ഡാനിയൽ കബ്രേര ആദ്യമെത്തിയത്. സൗകര്യങ്ങൾ വിലയിരുത്തിയ ശേഷം നേരെ ഹോളിഡേ ഇൻ ഹോട്ടലിലേക്ക്. കായികമന്ത്രി വി അബ്ദുറഹ്മാനുമായി കൂടിക്കാഴ്ച. റിപ്പോർട്ടർ ടി വി ചെയർമാൻ റോജി അഗസ്റ്റിൻ, മാനേജിംഗ് ഡയറക്ടർ ആൻഡ്രൂ അഗസ്റ്റിൻ, വൈസ് ചെയർമാൻ ജോസ് കുട്ടി അഗസ്റ്റിൻ, ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ എന്നിവരും പങ്കെടുത്തു. മത്സരം നടക്കുന്ന കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ സൗകര്യങ്ങളും വിലയിരുത്തി. ഒരുക്കങ്ങളിൽ തൃപ്തിയുണ്ടെന്ന് അർജന്റീന ടീം മാനേജർ. Again, it's a previous visit for understanding the structure that our team will use in November, and I'm really glad that everything is on track. അർജന്റീന ടീമും മെസ്സിയും ഒരിക്കലും കേരളത്തിൽ വരില്ല, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ സായി കൃഷ്ണ അഥവാ സീക്രട്ട് ഏജൻറ്റ് എന്ന യൂട്യൂബർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ യൂട്യൂബർ പറഞ്ഞതെന്താണ്, ഒരിക്കലും മെസ്സി വരില്ല കേട്ടോ, കായികമന്ത്രി തള്ളോട് തള്ളാണ്, കായികമന്ത്രി തള്ളി വിടുകയാണ്. മാനേജർ കലൂർ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്, ഗ്രൗണ്ട് പരിശോധിച്ചിട്ടുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാനേജർ തൃപ്തികരമായിട്ടുള്ള മറുപടിയാണ് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നവംബർ മാസത്തിൽ ആസ്ട്രേലിയ ആയിട്ടുള്ള മാച്ച് അർജന്റീൻ ടീം ഇവിടെ കളിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും മെസ്സി ഈ ഗ്രൗണ്ടിൽ കളിക്കുന്നു എന്ന് തന്നെയാണ് ഈ അർജന്റീന ടീം ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിരിക്കുന്നത്. കായിക മന്ത്രിയായിട്ടും റിപ്പോർട്ട് ചാനലിൻ്റെ MD കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പം അർജന്റീന ടീം തൃപ്തികരമാണ്. നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിലായിരിക്കും, കൊച്ചിയിലായിരിക്കും അർജന്റീന ടീമും മെസ്സിയും ഇറങ്ങുക. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിട്ട്, കേരളത്തെ സംബന്ധിച്ചിട്ട് അഭിമാനകരമായ നിമിഷമാണ്. ഓരോ ഫുട്ബോൾ പ്രേമികളെയും സംബന്ധിച്ചിട്ട് അഭിമാനകരമായ നിമിഷം തന്നെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് അർജന്റീന ടീമിൻ്റെയും മെസ്സിയുടെയും കളി കാണാൻ വേണ്ടിയിട്ട് ലോക രാജ്യങ്ങളിലൊക്കെ പോകാൻ പറ്റാത്തവർക്ക് തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ആ ഒരു ത്രില്ലാണ് അർജന്റീനൻ ആരാധകരും മെസ്സിയെ സ്നേഹിക്കുന്ന, അർജന്റീനയെ സ്നേഹിക്കുന്ന ഓരോരുത്തരും.